ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അറിയണത് കോർണർ വാഷ് ബേസിൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കോർണർ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണർ വാഷ് ബേസിൻ്റെ വേസ്റ്റ് കപ്ലിംഗ് ആണ് ആ സ്റ്റീൽ കളറിലുള്ളത്. അപ്പോൾ അതിന് ചുറ്റും നമുക്ക് വൈറ്റ് സിമെൻ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് അത് നമുക്ക് ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാഷ് ബേസിൻ്റെ ആകൃതി എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ലീക്ക് വരില്ല. അപ്പോൾ നമുക്കത് വൈറ്റ് സിമെൻറ്റ് തേച്ചിട്ട് അതിലേക്ക് കണക്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു വാഷറുണ്ട്, ബ്ലാക്ക് കളർ വാഷർ. ആ വാഷർ ഇട്ടതിന് ശേഷം നമുക്ക് നട്ട് ഫുള്ളായിട്ട് പൈപ്പ് റിഞ്ച് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ആ ഫുള്ളായി ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാൻ ഓക്കെ, ഇനി നമുക്കൊന്ന് അതിൻ്റെ ടാപ്പ് ഫിറ്റ് ചെയ്യാം. പില്ലർ ടാപ്പാണ്, വാട്ടർ ടെക്കിൻ്റെ പില്ലർ ടാപ്പാണ് ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏത് മോഡൽ ടാപ്പ് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. അതിൽ 2 ബുഷ് പോലെ ഉണ്ട്, അത് നമ്മൾ വെച്ചിട്ട് വാട്ടർ പില്ലർ ടാപ്പിൻ്റെ അടിയിലൊരു നട്ടുണ്ട്, അത് ടൈറ്റ് ചെയ്യുക. നല്ലോണം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. ആ ടാപ്പിന് മുകളിൽ ഒരു റബ്ബറിൻ്റെ ബുഷും ഉണ്ട്, ഒരു ചെറിയൊരു പ്ലേറ്റും ഉണ്ട്. അതിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇളകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ആ റബ്ബർ. അടുത്ത കണക്ഷൻ ട്യൂബ് അതിൽ ടൈറ്റ് ചെയ്യുക. ഇതാണ് കണക്ഷൻ ട്യൂബ്, ഒരടി കണക്ഷൻ ട്യൂബാണ്. നമ്മളിനി അത് സ്ക്രൂ ചെയ്യാൻ പോവാണ്. ഇത് ഫ്ലോറിൽ നിന്ന് 35 ഇഞ്ചാണ് നമ്മൾ പൊക്കത്തിൽ വെക്കുന്നത്, അതാണ് കറക്റ്റ് അളവ്. ഇനി നമുക്കത് ഒന്ന് മാർക്ക് ചെയ്യാം. 2 ഹോളുണ്ട്, ആ ഹോളിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ ഡ്രില്ലടിക്കുക. അപ്പോൾ ഈ ബേസിൻ്റെ പൊക്കം 35 ഇഞ്ചാണ്, ബേസിൻ്റെ ടോപ്പ് ലെവൽ. നമുക്കിനി ഡ്രില്ല് വെച്ച് സ്ക്രൂ ചെയ്തതിന് ശേഷം ഇതിൽ സ്ക്രൂ ചെയ്യുന്നത് 3 ഇഞ്ച് സ്ക്രൂ ആണ്. 3 ഇഞ്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കാലം ലൈഫ് കിട്ടും. അതിനുശേഷം നമ്മൾ ഗ്രിപ്പോ മരക്കട്ട എന്താ ഉള്ളത് പറഞ്ഞാൽ, മരക്കട്ട കയറ്റുകയാണെങ്കിൽ തേക്കിൻ്റെ മരക്കട്ട തന്നെ കയറ്റണം, ഈർപ്പം കിട്ടുന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. ഇത് തേക്കിൻ്റെ മരക്കട്ടയാണ്. നല്ലോണം ഫുള്ളായിട്ട് ഒരു 3-4 ഇഞ്ച് പോണ പോലെ അടിച്ച് കയറ്റിയിട്ടുണ്ടാവണം ഫുള്ളായിട്ട്. അതിന് നമ്മളൊന്ന് സ്ക്രൂ ഒന്ന് ചെറുതായിട്ട് അടിച്ച് കയറ്റിയതിന് ശേഷം സ്ക്രൂ അയച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ ബേസിനിലേക്ക് ലോഡ് വരില്ല, ടൈറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. ഇതിൽ 2 ഹോളിലും സ്ക്രൂ അടിച്ച് കയറ്റിയിട്ടുണ്ട്, നമ്മൾ അയച്ചെടുക്കണം. 3 ഇഞ്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ ആണ്. ഇത് ബേസിന് എടുത്തിട്ട് നമ്മൾ വെച്ചതിന് ശേഷം അത് തിരിച്ച് തന്നെ കയറ്റണം, അടിച്ച് കയറ്റാൻ പാടില്ല. ഫുള്ളായിട്ട് തിരിച്ച് ടൈറ്റായിട്ട് കയറ്റുക. സിമ്പിളായിട്ടുള്ളൊരു പണിയാണ് കോർണർ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യാൻ. അത് നമ്മൾ ആ സ്ക്രൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി അടിയിൽ പൈപ്പ് കണക്ട് ചെയ്യുക. അതായത് ഇതിൽ നമ്മൾ കണക്ഷൻ ട്യൂബ് ആംഗിൾ വാൾവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേസ്റ്റ് പൈപ്പാണ്. വേസ്റ്റ് പൈപ്പ് കുറച്ച് വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ വേസ്റ്റ് പൈപ്പ് എൽബോയിൽ ഒരു തുണ്ട് ബിറ്റ് പൈപ്പ് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പൈപ്പ് ചൂടാക്കിയിട്ട് അതിന് ലേശം വളയ്ക്കുന്നുണ്ട്. ഇത് കോർണർ വാഷ് ബേസിൻ പറയുമ്പോൾ ഇത്തിരി വലുത്, കുറച്ച് ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കമ്പനി ഓരോ പോലെയാണ്, അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ അളവ് മാറ്റം വന്നത്. അപ്പോൾ നമുക്കിത് അറിയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൽ കയറ്റിയിട്ടൊന്ന് വളച്ചു കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നേരത്തെ തന്നെ അതിലൊരു തുണ്ട് പൈപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവണം. നമുക്ക് ഇപ്പോൾ ഇതൊക്കെ പേസ്റ്റ് ഇട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ആയി, ലീക്കൊന്നും വരില്ല. അതിൽ ഏതെങ്കിലും ഒന്നും ഒട്ടിക്കാണ്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അയച്ച് ക്ലീൻ ചെയ്യാനും ഒക്കെ സൗകര്യമായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കുറച്ച് വളച്ചിട്ടുണ്ട്, വളച്ചതൊന്നും അറിയൊന്നുമില്ല. അപ്പോൾ നമ്മളത് കറക്റ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവിന് വെച്ചിട്ട് മുറിച്ച് ഒരു എൽബോ കയറ്റുക. ഇതാണ് കോർണർ വാഷ് ബേസിൻ്റെ ഫിറ്റിങ്. അപ്പോൾ നമുക്കൊന്ന് ടാപ്പിൽ വെള്ളം ഒന്ന് തുറന്ന് നോക്കാം. അത് ഫിറ്റ് ചെയ്തതിന് ശേഷം ആ എൽബോ അയച്ചതിന് ശേഷം ആ പൈപ്പ് കയറ്റി നമുക്ക് ബേസിനൊന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൈപ്പ് ലേശം തിരിച്ച് മുകളിലേക്ക് കയറ്റുക. എൽബോയിൽ ഫുള്ളായിട്ട് പൈപ്പ് മുറിച്ച് കയറ്റിയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറ്റാവുന്നതാണ്. അപ്പോൾ അതിൽ മുട്ടി നിൽക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക.
അത് നമ്മൾ ടാപ്പ് ഒന്ന് തുറന്ന് നോക്കണം, വെള്ളം വന്ന് വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ തന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ബേസിൻ്റെ എല്ലാ ഭാഗത്തും വൈറ്റ് സിമെൻറ്റ് പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വഴിക്ക് വെള്ളമൊന്നും ഇറങ്ങില്ല, സേഫ്റ്റി ആയിട്ടുണ്ടാകും. നമ്മൾ സ്ക്രൂ ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങി ടൈൽസിൻ്റെ ഉള്ളിലേക്ക് പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവിടെയും വൈറ്റ് സിമെൻറ്റ് പാക്ക് ചെയ്യണത് അങ്ങനെ അടിഭാഗത്തൊക്കെ നല്ലോണം തള്ളി കൊടുക്കുക. വൈറ്റ് സിമെൻറ്റ് ഉള്ളിലേക്ക് കയറുന്ന പോലെ തള്ളി, ഇത് ഈ വേസ്റ്റ് വെള്ളം വരുന്ന